ഈ ആദ്യത്തെ ഡീൽ ആരോപണം വന്നത് എവിടെ നിന്നാ? VD സതീശൻ്റെ ഭാഗത്തു നിന്നാ. എന്താ ആരോപണം? BJP-യുമായി CPM ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ആരോപണം വന്നിരിക്കുന്നത് എവിടെ നിന്നാ? VD സതീശൻ്റെ ഭാഗത്തു നിന്നാണോ? അല്ല, വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന്. SDP-യുമായി 2 മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മങ്കടയിലും മഞ്ചേശ്വരവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പറയുക നിങ്ങൾ BJP-യുമായി ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു VD സതീശൻ, മറുഭാഗത്ത് രമേശ് ചെന്നിത്തല പറയുന്നു നിങ്ങൾ SDP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകളുമായിട്ടും CPM ഡീൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു എന്നുള്ളതാണോ ഈ നേതാക്കൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. BJP-യുമായി ഡീൽ ഉണ്ടാക്കിയിരിക്കുന്ന CPM എങ്ങനെ SDP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കുക? SDP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്ന CPM എങ്ങനെ BJP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കിയ? ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കാനാണ് നമുക്ക് നേതാക്കളോട് പറയാനുള്ളത്. ഇതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഡീൽ ആരോപണം എപ്പോഴാണ് ഉന്നയിക്കുന്നത്? ഒരു രാഷ്ട്രീയ അതാ പറഞ്ഞത് രണ്ടും എങ്ങനെ സാധ്യമാവും? ഇത് രണ്ടും എങ്ങനെ കേരളത്തിൽ സാധ്യമാവും? SDP-യും BJP-യും തമ്മിൽ ഒരു സഖ്യം സാധ്യമാണോ കേരളത്തിൽ? ആ അർത്ഥത്തിൽ സാധ്യമല്ലല്ലോ. അതല്ലേ നിയമത്തിൽ നമ്മൾ കണ്ടത്. എല്ലാ കാലങ്ങളിലും SDP-യും മറുഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്നത് BJP അകറ്റി നിർത്താൻ വേണ്ടിയല്ലേ? അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം സ്മൃതി, എനിക്ക് മനസ്സിലാകാതെ പോകുന്നത് ഈ ഡീൽ ആരോപണം വരുന്നത് പരാജയഭീതിയിൽ നിന്നാണോ എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില നേതാക്കൾ ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ തൃശ്ശൂരിൽ അത് ആദ്യം ഉന്നയിച്ചത് മുരളീധരനാ, പരാജയപ്പെട്ടു. നേമത്ത് മുരളീധരൻ ഇതേ വിഷയം ഉന്നയിക്കുന്നു, പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനൊരു ഡീൽ ആരോപണം കേരളത്തിൽ പല ഘട്ടങ്ങളിലും ഈ ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഡീൽ ആരോപണം ഉന്നയിച്ച ആളുകൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് കാണുന്നുണ്ട്.